നമസ്കാരം. വെടിയേറ്റ് വീൽ വാളിൽ ചാരിയിരിക്കുന്ന ക്യാപ്റ്റൻ ഫൈനോണിനെ നിക്കോൾസൺ ഷോൾഡറിൽ മാത്രം പിടിച്ച് പതുക്കെ ഉയർത്തി. അപ്പോഴേക്കും ബോസൻ മെക്കിനോൺ ഓടി അടുത്തെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് നൈഫ് പുറത്തെടുത്തു. ക്യാപ്റ്റൻ്റെ യൂണിഫോം നെടുകെ കീറി അഴിച്ചു. അങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം അത് അല്ലാതെ അഴിക്കണേ കുറച്ച് സമയമെടുക്കും. നിക്കോൾസൺ ക്യാപ്റ്റൻ്റെ ബാക്കിലേക്ക് നോക്കി. അവിടെ മുറിവുകളൊന്നുമില്ല. അതായത് ആ ബുള്ളറ്റ് അതിൻ്റെ റേഞ്ചിൻ്റെ ഏകദേശം അവസാന സമയത്താണ് ക്യാപ്റ്റൻ്റെ ചെസ്റ്റിലേക്ക് കയറിയത്. അതുകൊണ്ട് അത് വലിയ ശക്തമായ രീതിയിലല്ല ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിക്കോൾസന് മനസ്സിലായി. മെക്കിനോൺ അപ്പോഴേക്കും ആ യൂണിഫോമിൻ്റെ രണ്ടറ്റവും കൂട്ടിക്കെട്ടി. അതുകൊണ്ട് ക്യാപ്റ്റൻ്റെ നെഞ്ചിന് ചുറ്റുമായിട്ട് ആ മുറിവ് കവർ ചെയ്തുകൊണ്ട് ഒരു കെട്ടുകെട്ടി. വീണ്ടും അദ്ദേഹത്തെ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുത്തിയ ശേഷം മെക്കിനോൺ പെട്ടെന്ന് പാൻട്രിയിലേക്ക് പോയി. അവിടെയാണല്ലോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവരെല്ലാം അടച്ചിരിക്കുന്നത്. പോകുന്ന വഴിക്ക് അദ്ദേഹം മെക്കിനോണോട് പറഞ്ഞു, ആ ലൈഫ് ബോട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. പാൻട്രി ഡോറിൻ്റെ ലോക്ക് റിലീസായെങ്കിലും ഡോർ തുറക്കുന്നുണ്ടായിരുന്നില്ല. ആ ബോംബ് സ്ഫോടനത്തിൻ്റെയും മറ്റു ആഘാതത്തിൽ ഡോറ് ജാമായിരിക്കുന്നു. നിക്കോൾസൺ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്ലെഡ്ജ് ഹാമർ എടുത്തത് അടിച്ചു തുറന്നു. നേരെ മുന്നിൽ കാണുന്നത് മിസ് ട്രാഞ്ചുമാനെയാണ്. മിസ് ട്രാഞ്ചുമാൻ്റെ കൈകളിലേക്കാണ് നിക്കോൾസൺ ആദ്യം നോക്കിയത്. ആ കുഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്നില്ല. നിക്കോൾസൺ ചോദിച്ചു, പീറ്റർ അവിടെ? മിസ് ട്രാഞ്ചുമാൻ ഒരു ചെറുചിരിയോടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ട് പ്രസ്സിലേക്ക് വിരലയൂട്ടി. ഈ ഹോട്ട് പ്രസ് എന്ന് പറയുന്നത് പാൻട്രിയിൽ കുക്ക് ചെയ്യപ്പെടുന്ന ഭക്ഷണം ചൂടോടെ സെർവ് ചെയ്യുന്നത് വരെ എടുത്തു വയ്ക്കാനുള്ള ഒരു എക്യുപ്മെൻ്റാണ്. 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് നിലനിർത്തുന്ന ഒരു സംവിധാനം. അത് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് അപ്പം അങ്ങനെ ചൂടില്ല. നിക്കോൾസൺ അതിൻ്റെ ലിഡ് തുറന്നു. അതിൻ്റെ അകത്ത് ഒരു പുതപ്പിൽ പൊതിഞ്ഞ് പീറ്ററിനെ കിടത്തിയിരിക്കുന്നു. ആ കുഞ്ഞ് വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ്. മിസ് ട്രാഞ്ചുമാൻ ഒരു ചെറുചിരിയോടെ അതിനെ കയ്യിലെടുത്തു. നിക്കോൾസൺ ട്രാഞ്ചുമാനെ ഒരു അപ്രൂവിങ് രീതിയിലൊന്ന് നോക്കി. കാരണം ആ ബാറ്ററിയിലേക്ക് വെടിയുണ്ടകൾ കയറിയാൽ പോലും ആ കുഞ്ഞിനൊന്നും പറ്റാത്ത രീതിയിലാണ് അതിനെ മിസ് ട്രാഞ്ചുമാൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെയാണ് നിക്കോൾസൺ പരിസരം ശ്രദ്ധിക്കുന്നത്. അസഹനീയമായ വിസ്കിയുടെ സ്മെല്ലും അതുകൂടാതെ ഒരു ഗൺ ഫയർ സ്മോക്കിൻ്റെ സ്മെല്ലും അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അവിടെ ആ പാൻട്രി ഫ്ലോറിൽ മാനസിക വിഭ്രാന്തിയുള്ള സോൾജിയർ അലക്സും പിന്നെ ആ പ്രീസ്റ്റും ബോധമില്ലാത്ത രീതിയിൽ കിടപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ബ്രിഗേഡിയർ ഫോസ്റ്റർ ഫാർലോ നിൽപ്പുണ്ട്. നിക്കോൾസൺ ചോദിച്ചു, ബ്രിഗേഡിയർ, താങ്കൾക്ക് ഈ സമയത്തെങ്കിലും ഈ വിസ്കി കഴിക്കാതിരുന്നുണ്ട്? മറുപടി പറഞ്ഞത് മിസ് പെൻഡ്രിലിത്തായിരുന്നു. യങ് മാൻ, അദ്ദേഹം ഇത്രയും നേരം കഴിച്ചിട്ടേ ഇല്ല. ബാക്കി പറഞ്ഞത് ബ്രിഗേഡിയർ ആയിരുന്നു. അലക്സിനെ കൈകൊണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചു. ആ സമയത്ത് ആ പ്രീസ്റ്റ് തടഞ്ഞു. അയാളെ അടിച്ച് ബോധം കെട്ടി വീഴ്ത്തി. അത് കഴിഞ്ഞവൻ വെന്റിലേറ്റർ തുറന്നു. അതിലെടുത്ത് ചാടുന്നതിന് മുമ്പ് ഞാനവനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിസ്കി ബോട്ടിലോട്ട് തലക്കടിച്ച് വീഴ്ത്തി. ആ വെന്റിലേറ്ററിലൂടെ കുറച്ച് ബുള്ളറ്റുകളൊക്കെ അകത്തേക്ക് വന്നെങ്കിലും എല്ലാവരും അതിൻ്റെ ആ ഒരു ആംഗിളിൽ നിന്ന് മാറിയൊന്നുകൊണ്ട് ആർക്കും പരിക്കൊന്നും ഏറ്റില്ല. വീണ്ടും ഒരല്പം സങ്കടത്തോടെ അദ്ദേഹം തുടർന്നു. ഏകദേശം അരക്കുപ്പി വിസ്കി നഷ്ടമായി. പെട്ടെന്ന് റേഡിയോ ഓപ്പറേറ്റർ വാൾട്ടേഴ്സ് അവിടേക്ക് കയറി വന്നു. നിക്കോൾസൺ ചോദിച്ചു, വാൾട്ടേഴ്സ്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, റേഡിയോ ക്യാബിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സേഫായ ഒരു സ്ഥലം തന്നെയാണല്ലോ. ശരി, ഈ ആൾക്കാരെയൊക്കെ വേഗം ബോട്ട് ഡെക്കിലേക്ക് മാറ്റിക്കും. പക്ഷേ വാൾട്ടേഴ്സ് കുറേ നേരമായിട്ട് ബോധരഹിതനായ കിടപ്പായിരുന്നു. അപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. എന്താണ് സാർ ഇപ്പോഴത്തെ അവസ്ഥ? ഓയിൽ ടാങ്കിന് തീ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കപ്പൽ ഏത് നിമിഷവും കത്തി തീരും. അതിനു മുമ്പ് നമുക്ക് ഇതിന്ന് രക്ഷപ്പെടണം. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഫയറിംഗ് നിർത്തി തിരിച്ചു പോയിരുന്ന ആ യുദ്ധവിമാനങ്ങൾ വീണ്ടും അടുത്തേക്ക് വരുന്ന ശബ്ദം നേരെ കേൾക്കുകയാണ്. വീണ്ടും ബോംബിങ്, പീരങ്കി ഉണ്ടകളുടെ ആക്രമണം, ബുള്ളറ്റുകളുടെ ആക്രമണം, അങ്ങനെ പലതും ആ ഷിപ്പിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അതിൻ്റെ ഏവിയേഷൻ ഫ്യൂൽ ടാങ്ക് മാത്രമേ കത്താൻ തുടങ്ങിയിരുന്നുള്ളെങ്കിൽ ഈ രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരു ഡീസൽ ടാങ്കും പൊട്ടിത്തെറിച്ചു. അതും കത്താൻ തുടങ്ങി. ഒരെണ്ണം കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ടിലും മറ്റേത് ഏറ്റവും ബാക്കിലും. നിക്കോൾസൺ നേരെ ക്യാപ്റ്റൻ സിറിനെയും സംഘത്തിനെയും
തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വാനിഫാൻ ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ സിറിനെയും സംഘത്തെയും ബന്ധനസ്ഥരാക്കിയ ശേഷം അദ്ദേഹം എങ്ങോട്ടോ പോയിരിക്കുന്നു. നിക്കോൾസൺ ചോദിച്ചു, വാനിഫാനോടെ? ക്യാപ്റ്റൻ സിർ പതിവ് പോലെ മുഖത്തൊരു പുച്ഛഭാവമായിട്ട് അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് നിക്കോൾസൺ പോക്കറ്റിൽ നിന്ന് തൻ്റെ പിസ്റ്റൾ എടുത്ത് അവൻ്റെ നെഞ്ചിന് നേരെ അമർത്തി. ആ ആക്ഷനിൽ തന്നെ അവൻ ശരിക്കും പേടിച്ചു. പെട്ടെന്ന് അവൻ പറഞ്ഞു, തോക്കും എടുത്ത് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് കൂടുതൽ അറിയില്ല സർ. നിക്കോൾസൺ വളരെ പെട്ടെന്ന് ബ്രിഡ്ജിലേക്ക് പോയി. സ്റ്റെയർ കേസ് കയറി ബ്രിഡ്ജ് എത്താറായപ്പോൾ അതിശക്തമായ ഒരു വെളിച്ചം അദ്ദേഹം കണ്ടു. അദ്ദേഹം പെട്ടെന്ന് താഴേക്ക് ചാടി. അടുത്ത നിമിഷം ഒരു പീരങ്കിയുണ്ട അദ്ദേഹം നിന്നിരുന്ന ഭാഗത്തൂടെ കടന്നുപോയി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാനിഫാൻ അദ്ദേഹത്തിൻ്റെ പരിക്കേറ്റ വലത് കൈയിൽ ഗണ്ണും ഇടത് കൈയിൽ കോർപ്പറൽ ഫ്രൈസറേയും താങ്ങിയെടുത്തുകൊണ്ട് അവിടെ എത്തി. കോർപ്പറലുള്ള അവസ്ഥ, ഇടത് കൈ കട്ടായിട്ടുണ്ട്. ആ ഇടത് കൈ അദ്ദേഹം വലത്തെ കൈ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുകയാണ്. നിക്കോൾസൺ വളരെ പെട്ടെന്ന് കോർപ്പറലിനെ കയ്യിൽ വാങ്ങിച്ചു. അതിനുശേഷം വാനിഫാനും താഴേക്ക് ഇറങ്ങി. രണ്ടാമത്തെ ആക്രമണത്തിന് ശേഷം വീണ്ടും ആ ഫൈറ്റർ ജെറ്റുകൾ അകന്നുപോയി. ആ സമയത്ത് വാനിഫാൻ വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങി. നിക്കോൾസൺ ചോദിച്ചു, ഇനി എന്തിനാ പോണേ? നോക്കട്ടെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും കൂടി. കാതടപ്പിക്കുന്ന ഒരു ശബ്ദം, അതായത് ആ ഫൈറ്റർ ജെറ്റുകൾ വീണ്ടും തിരിച്ചു വരികയാണ് എന്ന് നിക്കോൾസന് മനസ്സിലായി. അത് മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെയധികം താഴ്ന്നാണ് പറക്കുന്നത്. കുറെ കൂടി ശക്തമായ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് നിക്കോൾസൺ അവിടെ നിന്നു. പക്ഷേ യാതൊരുവിധ അറ്റാക്കും ആ സമയത്ത് ഉണ്ടായില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാനിഫാൻ താഴേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 3 ഗണ്ണുണ്ടായിരുന്നു. ആ വീൽ ഹൗസിന് മുകളിൽ ക്യാൻവാസിൻ്റെ അടിയിലിരുന്ന 2 ഗൺമാന്മാരുടെ റൈഫിൾസും കോർപ്പറൽ ഫ്രൈസറുടെ കാർബൈൻ സബ്മെഷീൻ ഗണ്ണും. വാനിഫാൻ നിക്കോൾസനോട് പറഞ്ഞു, ഇത്തവണ എന്തോ അറ്റാക്ക് ചെയ്യുന്നില്ല, അവർ വേറെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ട്രെച്ചർ അവിടെ എത്തിച്ചു. പരിക്കേറ്റ് കിടക്കുന്ന ക്യാപ്റ്റൻ ഫൈനോണിനെ അതിൽ കിടത്തിക്കൊണ്ട് നിക്കോൾസണും മെക്കിന്നോണും ബോട്ട് ഡെക്കിലെത്തിച്ചു. മെക്കിന്നോൺ പറഞ്ഞു, സാർ 2 ബോട്ട് പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ നമ്പർ 1 and 2 ബോട്ടുകൾക്ക് കുഴപ്പമില്ല. 1 ബോട്ടിന് എഞ്ചിനില്ല, അത് തുഴയുന്ന ബോട്ടാണ്. നിക്കോൾസൺ പറഞ്ഞു, അപ്പോൾ നമുക്ക് ആകെ ആശ്രയിക്കാവുന്ന ഒരു ബോട്ടേ ഉള്ളൂ. നമുക്ക് കൊണ്ടുപോകുന്നത്ര ഫുഡ്, ബ്ലാങ്കറ്റ്, അങ്ങനെ പല സാധനങ്ങളും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കണം. പെട്ടെന്ന് അവിടേക്ക് പാതി വെന്ത ശരീരവുമായി ഒരു മനുഷ്യൻ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ പൂർണ്ണമായും കത്തിപ്പോയിരിക്കുന്നു. ഒരു ഹാഫ് നേക്കഡായിട്ടാണ് നിൽക്കുന്നത്. നിക്കോൾസൺ അയാളെ സൂക്ഷിച്ചു നോക്കി. ജെൻകിൻസ് അല്ലേ? അതെ സർ. ഈ ജെൻകിൻസ് എന്ന് പറയുന്നത് ഗൺമാന്മാരുടെ സീനിയർ മോസ്റ്റ് ആളായിരുന്നു. അദ്ദേഹം എന്തായാലും മരിച്ചിട്ടില്ല. പക്ഷേ മരിക്കുന്നതിനേക്കാൾ കഷ്ടമായൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. നിക്കോൾസൺ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? സർ, പമ്പ് റൂമിൽ ആരോ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ കാറ്റ് ഒന്ന് വീശിയടിച്ചപ്പോൾ സാർ ആ ഏവിയേഷൻ ഫ്യൂല് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ ഞാൻ പെട്ടു. അതിൻ്റെ ലോക്ക് തുറക്കാനും കഴിയുന്നില്ല. ലോക്ക് തുറക്കാൻ ലിവറേജിലുള്ള ആ പൈപ്പ് അവിടെ ഉണ്ടല്ലോ. ജെൻകിൻസ് 2 കൈയും ഉയർത്തി കാണിച്ചു. നിക്കോൾസൺ ഒരു നിമിഷത്തേക്ക് പരിസരം മറന്നിരുന്നു. 2 കൈയിലും കത്തിക്കരിഞ്ഞ മാംസവും തോലുമായി നിൽക്കുന്ന ജെൻകിൻസിന് ഒരിക്കലും ആ പൈപ്പ് ലിവറേജ് ഉപയോഗിച്ച് ആ ലോക്ക് തുറക്കാൻ കഴിയില്ല എന്ന് നിക്കോൾസന് മനസ്സിലായി. നിക്കോൾസൺ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് നീങ്ങി. ഒപ്പം വാനിഫാനും വളരെ പെട്ടെന്ന് ഒരു പമ്പ് ഹൗസിൻ്റെ അടുത്തെത്തി ആ ലോക്കർ റിലീസ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നോക്കി ആശ്ചര്യത്തോടെ നിക്കോൾസൺ വിളിച്ചു, വില്ലി. പേടിക്കണ്ട, കറിയ ഡാൻസറിലെ റേഡിയോ ഓപ്പറേറ്റർ വില്ലി ലൂണല്ല. ഇത് ഈ കപ്പലിൻ്റെ 2nd ഓഫീസറാണ്. വിലോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ക്യാപ്റ്റനും നിക്കോൾസണും അദ്ദേഹത്തെ വില്ലി എന്നാണ് വിളിക്കാറുള്ളത്. താനെങ്ങനെ ഇതിൻ്റെ അകത്തായി? ഞാൻ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ കയറിയതാണ് സർ, പക്ഷേ ഡോറ് ജാമായിപ്പോയി. എല്ലാവരും ബോട്ടക്കിലെത്തി. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റനെയും കോർപ്പറൽ ഫ്രൈസറെയും എല്ലാം ഓരോ സ്ട്രെച്ചറിൽ കിടത്തി. ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ നമ്പർ 2 ബോട്ടിലേക്ക്, അതായത് ആ മോട്ടോർ ബോട്ടിലേക്ക് കയറി. ഒപ്പം നിക്കോൾസൺ പറഞ്ഞു, ക്യാപ്റ്റൻ സിറിനും ടീമും മറ്റേ ബോട്ടിലേക്ക് കയറട്ടെ. ഈ 2 ബോട്ടും കപ്പലിൻ്റെ 2 ഭാഗത്തായിട്ടാണ്, ഒന്ന് വലതുവശത്തും ഒന്ന് ഇടതുവശത്തും. എന്നിട്ട് അവർ തുഴഞ്ഞ്
വരുന്ന സമയത്ത് നമുക്കതിനെ കയറ് കെട്ടി വലിച്ച് കൊണ്ടുപോകാം. വളരെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ സാറിനും ടീമും നമ്പർ 1 ബോട്ടിലേക്ക്, അതായത് തുഴച്ചിൽ ബോട്ടിലേക്ക് കയറി അത് അൺഹുക്ക് ചെയ്തു, പുറത്തേക്ക് ഇറക്കി. തുഴഞ്ഞുകൊണ്ട് അവർ ആ കപ്പലിൽ നിന്ന് അതിദൂരം മുന്നോട്ട് യാത്രയായി. ഇതിനകം മിസ് ട്രാൻസ്മാൻ ക്യാപ്റ്റൻ ഫൈനോണിനെ ഒന്ന് പരിശോധിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ മുറിവ് ശരിക്കൊന്ന് ബാൻഡേജ് ചെയ്തു. ക്യാപ്റ്റൻ ചോദിച്ചു, ഇനി എത്ര നേരത്തേക്കുണ്ട് മോളെ? ഞാൻ പേടിക്കാനൊന്നുമില്ല. ബുള്ളറ്റ് വൈറ്റൽ ഓർഗൻസിലൊന്നും കാര്യമായിട്ടുള്ള വൂണ്ടുണ്ടാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ലങ്സിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ചെറിയൊരു വൂണ്ട്, അതുകൊണ്ടാണ് ആദ്യം സംസാരിച്ചപ്പോൾ ബ്ലഡ് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ സാറിന് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ? ക്യാപ്റ്റൻ ഫൈനോൺ ഇല്ല എന്ന് തലയാട്ടി. കഴിയുന്നത് സംസാരിക്കാതിരിക്കുക, ദേഹം ഇളകാതിരിക്കുക, സാറിനൊന്നും സംഭവിക്കില്ല. ഈ സമയത്ത് നിക്കോൾസൺ ചോദിച്ചു, സർ, ലൈഫ് ബോട്ട് നീക്കാനുള്ള പെർമിഷൻ. ക്യാപ്റ്റൻ നിക്കോൾസനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എന്നോട് പെർമിഷൻ ചോദിക്കണ്ട, യു ആർ ഇൻ ചാർജ്. വളരെ പെട്ടെന്ന് നിക്കോൾസൺ ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ലൈഫ് ബോട്ട് കപ്പലിന് പുറത്തേക്ക് നീക്കി വളരെയധികം സ്പീഡിൽ അതിനെ ആ കപ്പലിൽ നിന്ന് മാക്സിമം അകലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. കാരണം ഏത് നിമിഷവും ആ കപ്പലിൽ ഒരു എക്സ്പ്ലോഷൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 50 മീറ്ററോളം കപ്പലിൽ നിന്ന് വന്നതിന് ശേഷം നിക്കോൾസൺ കപ്പലിൻ്റെ ഫ്രണ്ടിൽ കൂടെ വട്ടം ചുറ്റി ക്യാപ്റ്റൻ സൈറൻ ബോട്ട് തുഴഞ്ഞു വരുന്ന ഭാഗത്തെത്തി. ആ സമയത്ത് മെക്കിനോൺ എറിഞ്ഞു കൊടുത്ത ഒരു കയറ് സൈറൻ ആ ബോട്ടിൽ കെട്ടി. അതോടെ ആ ലൈഫ് ബോട്ട് അതിവേഗം അവിടുന്ന് നീങ്ങാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ജാപ്പനീസ് ഹീറോ ഫൈറ്റേഴ്സ് അവർ സഞ്ചരിക്കുന്നതിന് മുകളിലൂടെ പറക്കാൻ തുടങ്ങി. പക്ഷേ ആക്രമിക്കുന്നതിനുള്ള യാതൊരു ലക്ഷണവും ഒന്നും കാണിച്ചില്ല. വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയിൽ ആ ലൈഫ് ബോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. താങ്ക് യു.